ക്ലാസ് 8 ചാപ്റ്റർ 2 ഗ്യാൻ മാർഗ്. ഇതൊരു ഏകാംഗിയാണ്. ഏകാംഗി എന്ന് പറഞ്ഞാൽ ഒരു നാടകം, ഒറ്റ സീനുള്ള ഒരു നാടകമാണ് ഏകാംഗി. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇഫ് യു വാണ്ട് മോർ വീഡിയോസ് പ്ലീസ് റൈറ്റ് വിച്ച് ക്ലാസ് ആൻഡ് ചാപ്റ്റർ നെയിം ഇൻ കമൻറ്റ് ബോക്സ്. നമുക്ക് വീഡിയോ തുടങ്ങാം. तीन राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे थे. മൂന്ന് രാജകുമാരന്മാർ ഗുരുകുലിൽ പഠിപ്പ് പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് കാലത്ത് വിദ്യാർത്ഥികൾ വിദ്യ നേടുന്നത് ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടായിരുന്നു. ആ സമ്പ്രദായത്തിനെയാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ രാജാക്കന്മാർ പഠിത്തം പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തീനോ ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഥേ. വലിയ കാട്ടിലൂടെയാണ് അവർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നത്. राजकुमार एक आदित्य राजकुमारन हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. നമ്മൾക്ക് മൂന്നാൾക്കും ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. ഗർവ് പറഞ്ഞാൽ അഭിമാനിക്കാം. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാളും അറിവ് നേടി എന്നത്. ജ്ഞാൻ പ്രാപ്ത് കർ ലിയ, അറിവ് നേടി എന്നത് എന്ന കാര്യത്തിൽ നമുക്ക് മൂന്നാൾക്കും അഭിമാനിക്കാം. राजकुमार 2 രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. മുഴുവൻ വേൾഡിൽ അല്ലെങ്കിൽ ലോകത്ത് എത്രയോ പേർക്കാണ് ഈ സൗഭാഗ്യം കിട്ടുന്നത്. രാജ്കുമാർ 3 മൂന്നാമത്തെ ആൾ പറഞ്ഞു, पर हम सबका ज्ञान बराबर नहीं है. പക്ഷേ നമ്മൾക്ക് കിട്ടിയ അറിവുകൾ ഒന്നും തുല്യമല്ല. ബരാബർ തുല്യം അല്ല. രാജ്കുമാർ 1 ആദ്യത്തെ ആൾ പറഞ്ഞു, ക്യാ മത്ലബ് ഹേ തുമാര, എന്താ നീ പറഞ്ഞതിനു ഉദ്ദേശം? മൂന്നാമത്തെ ആൾ, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹേ. എൻ്റെ അറിവ് നിങ്ങൾക്ക് കിട്ടിയ അറിവിനേക്കാളും കൂടുതലാണ്. ഒന്നാമത്തെ ആൾ, कैसी मूर्खता वाली बातें कर रहे हो, मैं तुम दोनों से बड़ा हूँ, मेरे ही पास ज़्यादा ज्ञान है. മൂർഖത വാലി വിഡ്ഢിത്തരം. എന്ത് വിഡ്ഢിത്തരമായ കാര്യമാണ് നീ പറഞ്ഞത്? എന്തൊരു വിഡ്ഢിത്തരമായ കാര്യമാണ് നീ പറഞ്ഞത്? ഞാൻ നിങ്ങളെക്കാളും വലുതാണ്, എൻ്റെ അടുത്താണ് കൂടുതൽ അറിവുള്ളത്. രാജ്കുമാർ 2 രണ്ടാമത്തെ ആൾ പറഞ്ഞു, मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरा ज्ञान तुम दोनों से ज़्यादा है. ഞാൻ ഗുരുകുലത്തിൽ വരുന്ന മുമ്പേ തന്നെ പഠിക്കുകയായിരുന്നു. അത് കാരണം എൻ്റെ അടുത്താണ് കൂടുതൽ അറിവുള്ളത്. രാജ്കുമാർ 1 ആദ്യത്തെ ആൾ പറഞ്ഞു, मेरे पिता बहुत बड़े ज्ञानी है, उनका पुत्र होने के नाते मैं तुम दोनों से ज़्यादा विद्वान हूँ. എൻ്റെ അച്ഛൻ, മേരെ പിത, എൻ്റെ അച്ഛൻ വലിയ അറിവുള്ള ആളാണ്. ഉൻക പുത്ര ഹോനേക്ക് നാത്തെ, നാത്തെ എന്നത് കാരണം, അവരുടെ പുത്രനായ കാരണം ഞാനാണ് നിങ്ങളെക്കാളും വലിയ ഒരു വിദ്വാൻ അല്ലെങ്കിൽ പണ്ഡിതൻ. അപ്പോൾ രണ്ടാമത്തെ ആൾ, पिता से क्या होता है, मेरे तो माताजी देश की मानी हुई विदुषी है, मैं उनके पेट में 9 महीने रहा हूँ, तुम दोनों मैं उनके पेट में 9 महीने रहा हूँ, तुम दोनों मेरा मुकाबला नहीं कर सकते. അച്ഛൻ്റെ കാര്യം ഒന്നും പറയണ്ട. എൻ്റെ അമ്മ ദേശ്, ഈ രാജ്യത്തെ പേര് കേട്ട വിദൂഷി അല്ലെങ്കിൽ പണ്ഡിതയാണ്. ഞാൻ അവരുടെ വയറ്റിൽ പേട്ടുമേ 9 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മൂന്നാമത്തെ ആൾ, मेरे घर के सेवक तक महापंडित है, तुम दोनों मेरे आगे मूर्ख हो. എൻ്റെ വീട്ടിലത്തെ സേവകന്മാർ അല്ലെങ്കിൽ സർവൻസ്, അവർ വരെ മഹാപണ്ഡിതന്മാരാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും എൻ്റെ മുമ്പിൽ വിഡ്ഢികളാണ്. ഹർ രാജ്കുമാർ അപ്നെ കോ ബഡാ ജ്ഞാനി മാൻതാ ഹെ. ആദ്യത്തെ ആൾ,
യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ. അപ്പോൾ എന്നാൽ ശരി, ഇങ്ങനെയാണോ കാര്യം, എന്നാൽ നമ്മൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. മൂന്നാമത്തെ ആള്, യഹി ബാത് ഹേ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. ഇങ്ങനത്തെ കാര്യമാണെങ്കിൽ നീ നിൻ്റെ അറിവിനെക്കുറിച്ച് അറിവിനെ പരിചയപ്പെടുത്തൂ, അല്ലെങ്കിൽ അറിവ് എത്രത്തോളം നിനക്കുണ്ട് എന്ന് പറഞ്ഞു തരൂ. രണ്ടാമത്തെ ആള്, ज्ञान का परिचय ज्ञानी को दिया जाता है, മൂർഖോ കോ നഹി. ഈ അറിവ് എത്രത്തോളം ഉണ്ട് അതൊക്കെ നമുക്ക് ജ്ഞാനി അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് വിഡ്ഢികൾക്കല്ല. മൂന്നാമത്തെ ആള്, തും മേര അപമാൻ കർ രഹേ ഹോ. നീ എന്നെ അപമാനിക്കുകയാണ്. ഒന്നാമത്തെ ആള്, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നഹി തോ ഹം തുംകോ ദണ്ഡ് ദേങ്കെ. നിനക്ക് എത്ര അറിവുണ്ട് അത് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് പണിഷ്മെൻറ്റ് തരും. ദണ്ഡ് ദേങ്കെ, ദണ്ഡ് പണിഷ്മെൻറ്റ്. രാജ്കുമാർ 2. രണ്ടാമത്തെ ആള്, ഇധർ ഉധർ ദേഖ്താ ഹെ. അവിടെ ഇവിടെയൊക്കെ നോക്കും, കാട്ടിക്കൂടെയല്ലേ വരുന്നത്. ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാ പടി ദിഖായി ദേത്തി ഹെ. ഏതോ ഒരു ആനിമലിൻ്റെ അതായത് എല്ല് കഷ്ണങ്ങൾ അവിടെ കിടക്കുന്നത് കാണാം. അപ്പോൾ രണ്ടാമത്തെ ആള്, ഈ ഹഡ്ഡിയാ ദേഖ് രഹേ ഹോ. ഈ എല്ലും കഷ്ണങ്ങൾ കാണുന്നുണ്ടോ? ഒന്നാമത്തെ ആള്, ഹാ ഉണ്ട്. രണ്ടാമത്തെ ആള്, മേ അപ്നെ ജ്ഞാൻ സെ ബതാ സക്താ ഹൂം കി യേ ഹഡ്ഡിയാ ഷേർ കി ഹെ. എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഈ എല്ലും കഷ്ണങ്ങൾ ഒരു പുലിയുടെ ആണ് എന്ന്. ഒരു സിംഹത്തിൻ്റെ, ഷേർ പറഞ്ഞ സിംഹം, ഒരു സിംഹത്തിൻ്റെ എല്ലും കഷ്ണങ്ങളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. മൂന്നാമത്തെ ആള്, ബസ് യേ തോ മാമൂലി ബാത് ഹെ. മാമൂലി എന്നത് സാധാരണയായ കാര്യമാണല്ലോ ഇത്. മേ തോ അപ്നെ ജ്ഞാൻ സെ ഇൻ ഹഡ്ഡിയോ पर मांस उनमें रक्त और उसके ऊपर खाल मढ़ सकता हूँ. ഞാൻ എൻ്റെ അറിവ് കൊണ്ട് അതിൻ്റെ മേലെ മാംസം, ഉന്മേ രക്തം, ഓർ ഉസ്കെ ഊപ്പർ ഖാൽ എന്ന് പറഞ്ഞാൽ സ്കിൻ അല്ലെങ്കിൽ ചർമ്മം, മഡ് സക്താഹു എന്ന് പറഞ്ഞാൽ പൊതിയുക, അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും എനിക്ക് വരുത്താൻ അറിയാം എൻ്റെ അറിവ് കൊണ്ട്. ലോ മേ മന്ത്ര പഠിത്താഹു. നോക്ക്, ഞാൻ മന്ത്രം ചൊല്ലട്ടെ. രാജ്കുമാർ 3. മൂന്നാമത്തെ ആള് മന്ത്രം പഠിക്കും. മന്ത്ര പഠിത്താ ഹെ. और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल आ जाती है. മാംസവും രക്തവും മുകളിൽ സ്കിന്നും എല്ലാം വരും. ഒന്നാമത്തെ രാജ്കുമാരൻ, അരേ ഹാ യേ തോ ഹോ ഗയാ. അയ്യോ, ഇത് സംഭവിച്ചു പോയല്ലോ. മൂന്നാമത്തെ ആള്, മൂർഖോ അബ് തോ തും സമझे मैं तुमसे सबसे बड़ा विद्वान हूँ. എടോ വിഡ്ഢികളെ, ഇപ്പം മനസ്സിലായോ, ഞാൻ നിങ്ങളെക്കാളും വലിയൊരു പണ്ഡിതനാണ്. ഒന്നാമത്തെ ആള്, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, ഇതിൽ നിനക്ക് എന്താ പ്രാണനും ചെയ്യാൻ പറ്റുമോ, ജീവൻ ജയിപ്പിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ആൾ, നെഹി പർ യേ തോ തും ഭി നഹീ കർ സക്തേ. ഇല്ലല്ലോ, പക്ഷേ ഇത് നിനക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ലല്ലോ. ഒന്നാമത്തെ ആൾ, മേ ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്താ ഹൂം. എനിക്ക് ഈ സിംഹത്തിന് ജീവൻ നൽകാൻ കഴിയും. രണ്ടാമത്തെ ആൾ, പർ ऐसा मत करना. ഒന്നാമത്തെ ആൾ, ക്യൂ, എന്താ? രണ്ടാമത്തെ ആൾ, ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗ. അതിനുശേഷം സിംഹം നമ്മളെ കഴിക്കും. ഒന്നാമത്തെ ആൾ, पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हो. സിദ്ധ് കർണ, പ്രൂവ് ചെയ്യുക. എനിക്ക് നിങ്ങളെ പ്രൂവ് ചെയ്യണം, ഞാനാണ് നിങ്ങളെക്കാളും വലിയ പണ്ഡിതൻ. മൂന്നാമത്തെ ആൾ, നെഹി നെഹി ഷേർ ഹമേ ഖാ ജായേഗ. അയ്യോ ചെയ്യല്ലേ, സിംഹം നമ്മളെ കഴിക്കും. ഒന്നാമത്തെ രാജകുമാരൻ മന്ത്ര പഠിത്തായ, മന്ത്രം ജപിച്ചിട്ട്, और शेर जीवित हो जाता है. സിംഹത്തിന് ജീവനും വരും. शेर दहाड़कर उनकी तरफ बढ़ता है. ये बचने की कोशिश करते हैं. ജീവൻ വന്ന ശേഷം സിംഹം അവരുടെ മേലെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചാടും. അവർ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ, अब हम बच नहीं सकते. അയ്യോ, ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മൂന്നാമത്തെ ആൾ, ഷേർ ഹമേ ഖാ ഹി ജായേഗ. സിംഹം നമ്മളെ കഴിക്കന്നെ ചെയ്യും. രണ്ടാമത്തെ ആൾ, അരേ വേ ദേഖോ കോൻ ആ രഹാ ഹെ. അരേ, അത് നോക്ക്, ആരാ വരുന്നത്?
മൂന്നാമത്തെ ആള് അരേ വേ തോ ഗുരുജി ഹേ, അത് നമ്മളുടെ ഗുരുജി ആണല്ലോ. ഗുരുജി പാസ് ആ ജാത്തെ ഹേ, ഗുരുജി അടുത്ത് വരും. രണ്ടാമത്തെ ആള് ഗുരുജി ഹം ലോഗ് സങ്കട്ട് മേ പട് ഗയേ ഹേ, സങ്കട്ട് എന്നത് മുസീബത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രോബ്ലം, നമ്മളൊരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്. ഗുരു മേ ജാൻതാ ഹൂ, എനിക്കറിയാം. ഒന്നാമത്തെ ആള് ഗുരുജി ഹമാരെ ജാൻ ബച്ചായിയെ, ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തു. ഗുരു मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो. എനിക്കറിയായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ, ലോകോക്കെ അന്തർ ഉള്ളിൽ, അഭി അഹങ്കാർ ബഹുത് ഹേ, ഇപ്പോൾ ഭയങ്കരമായിട്ട് അഹങ്കാരമുണ്ട്. ഈ അറിവ് നേടിയതിൻ്റെ അഹങ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. ഓർ തും അപ്നെ ജ്ഞാൻ കാ നുക്സാൻ ഭി കർ സക്തേ ഹോ, ആ അറിവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്ന് എനിക്കറിയായിരുന്നു. ഇസ്ലിയെ മേ തും ലോഗോക്കെ പീച്ചെ പീച്ചെ ആ രഹാ താ, അത് കാരണം ഞാൻ നിങ്ങളുടെ പിന്നാലെ വരികയായിരുന്നു. ഒന്നാമത്തെ ആള് ഗുരുജി മുത്സെ ബഡി ഗൽത്തി ഹോ ഗയി ഹേ, ഷേർ ഹം സബ്കോ ഖാ ജായേഗ, ഗുരുജി നമ്മളെ കൊണ്ട് തെറ്റുപറ്റി, സിംഹം നമ്മളെ ഇപ്പോൾ കഴിക്കും. ഗുരുജി अब मैं अपने ज्ञान से इस शेर को बकरी बना दूंगा, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ സിംഹത്തെ ഒരു ആട് ആക്കി തരാം. ഗോട്ട്, ബക്രി എന്ന ഗോട്ട്. ഗുരു മന്ത്ര പഠിത്താ ഹേ, ഷേർ ബക്രി ബൻ ജാത്താ ഹേ और മിമിയാനെ ലഗ്താ ഹേ, ഗുരു മന്ത്രം ജപിച്ചിട്ട് സിംഹം ആട്ടിൻകുട്ടിയായിട്ട് അതിൻ്റെ ശബ്ദം വെക്കും. ആ ശബ്ദത്തിനെയാണ് മിമിയാനെ ലഗ്താ ഹേ എന്ന് പറയുന്നത്. ഗുരുജി ശിഷ്യോ ധ്യാൻ രഹേ, എന്താ സ്റ്റുഡൻസിനെ പറയുന്നതാണ്. ശിഷ്യോ ധ്യാൻ രഹേ പറഞ്ഞാൽ സൂക്ഷിക്കുക. വേ ജ്ഞാൻ ജിസ്സെ അപ്നാ യാ ദൂസറോं का नुकसान हो ज्ञान नहीं बल्कि अज्ञान है, അറിവ് മറ്റുള്ളവരെയോ നമ്മളെയോ എന്തെങ്കിലും പ്രോബ്ലത്തിൽ കൊണ്ട് പെട്ട് കഴിഞ്ഞാൽ അത് അറിവല്ല, അത് അറിവില്ലായ്മയാണ്. ज्ञान तो सबकी भलाई के लिए ही होता है, അറിവ് എല്ലാവർക്കും നല്ലത് വരുത്താനാണ് ഉള്ളത്. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹി ഹോത്താ ഹെ എന്നാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഉള്ള ഒരു പാഠം. സഭി അഭിനേത, ഈ നാടകം അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാരും ഒന്നിച്ച് ഏക് സാത്ത് കൈ ബാർ കഹത്തെ ഹേ, ഒരുമിച്ച് കുറേ പ്രാവശ്യം പറയും. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹി ഹോത്താ ഹേ, അറിവ് എല്ലാവർക്കും നല്ലത് വരുത്താനാണ്, നല്ലത് മാത്രം വരുത്താനാണ് ഉള്ളത്.